കങ്കുവ. തമിഴിൽ ഞാൻ ഈ അടുത്തൊന്നും ഇങ്ങനൊരു സിനിമ കണ്ടിട്ടില്ല. തമിഴ് ഇൻഡസ്ട്രിയുടെ ഒരു ബെഞ്ച് മാർക്കായിട്ടായിരിക്കും ഈ ഒരു സിനിമ അറിയപ്പെടാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ തമിഴിലൊരു ക്ലാസിക് സിനിമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുറേ കാലം കഴിഞ്ഞിട്ട് ക്ലാസിക് സിനിമ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയണം, അങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെയായിരുന്നു എനിക്ക് സിനിമ കാണുന്നതിന് മുമ്പ് വരെ. ഓവർ ഹൈപ്പാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടു തുടങ്ങി അരമണിക്കൂറായപ്പോഴേ എനിക്ക് മനസ്സിലായി ശിവാണ്ണൻ്റെ അടുത്ത് അപരാധമാണ് ഇതെന്നുള്ളത്. ഇതിനകത്തുണ്ടല്ലോ നല്ല ഫസ്റ്റ് ക്ലാസ്സായിട്ട് ശിവാണ്ണ അപരാധിച്ച് വെച്ചിട്ടുണ്ട്. എന്തിന്? ഞാൻ ആദ്യം വിചാരിച്ചത്, എനിക്ക് തോന്നുന്നു പുള്ളി ഒരു മാസ്റ്റർ പീസ് ഐറ്റമായിട്ടിരുന്നു, പുള്ളിയുടെ ഒരു തിരിച്ചു വരാം, നമ്മളൊക്കെ പുള്ളിയെ കണ്ടത് ഇങ്ങനെയൊന്നുമല്ല, പുള്ളി കഴിവുണ്ടെന്ന് പുള്ളി തെളിയിക്കുന്നൊക്കെയാണ്. പക്ഷേ ഇല്ല, പുള്ളി തെളിയിച്ചു. പുള്ളിയെ കൊണ്ട് ഒന്നും പറ്റുന്ന പരിപാടിയല്ലെന്ന് പുള്ളി തെളിയിച്ചു. എടീ സൂര്യയൊക്കെ പിടിച്ച് എന്തിനാണ് അതിനകത്ത് കൊണ്ടിടുന്നത്? എന്ത് മനസ്സുമാണ് ഈ കിട്ടുന്നത് ഇതിനകത്ത്? പുള്ളി എന്തോ നല്ല സിനിമകൾ ചെയ്തു, നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ്. പുള്ളിയെ പിടിച്ച് സൂപ്പർ സ്റ്റാർ ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ കുറേ അപരാധിച്ച കുറച്ച സിനിമയിലൊക്കെ കൊണ്ട് ഇതിന് സെക്കൻഡ് പാർട്ടുണ്ടെന്ന്. ഈ സിനിമയുടെ നഷ്ടം പ്രൊഡ്യൂസർ ആദ്യം തീർക്കണമല്ലോ. 400 കോടി എങ്ങാണ്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ വാല്യൂ. 1000 കോടി കിട്ടിയാലാണ് ഇത് ലാഭത്തിലാവുന്നത്. 100 കോടി കിട്ടില്ല. സൂര്യണ്ണൻ്റെ മറ്റേ 100 CR എന്നുള്ള മോഹം ഈ സിനിമയിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അജാതി അപരാധമാണ്. പ്രത്യേകിച്ച് ഈ പഴയ കാലം കാണിക്കുന്നത്, ഇതിനകത്ത് കൂടുതലും പഴയ കാലമാണ് കാണിക്കുന്നത്. ഒരൊറ്റ ഡയലോഗ് മനസ്സിലായിട്ടില്ല. ഒരൊറ്റ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയലോഗ് എനിക്ക് മനസ്സിലായിട്ടില്ല. കേൾക്കാൻ വയ്യ ഡയലോഗ്. ഇനി ഞാൻ പോയ തിയേറ്ററിൻ്റെ കുഴപ്പമാണോ അതോ ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കില്ല. മഴവെള്ളം വീഴുന്ന പോലെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. അതിനിടയ്ക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുത്തി കേൾച്ചിരിക്കുന്നു. പിന്നെ കുറേ അലർച്ചയും കേൾക്കാം. ഇതല്ലാണ്ട് എന്തൊക്കെയോ അപരാധിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ക്ലൈമാക്സ് കാണുമ്പോഴാണ് എൻ്റെ ഒന്നും പറയുന്നില്ല. കുറേ കുണച്ച സാധനവും. പിന്നെ ആദ്യത്തെ അരമണിക്കൂർ കണ്ടിരിക്കാൻ അതിലും വലിയ പാടായിരുന്നു. കുറേ കൂതറ മറ്റേ നമ്മൾ ടിക്ടോക്കിൽ റീൽസിൽ കാണുന്ന കുറേ ട്രെൻഡെല്ലാം കൂടെ അതിനകത്ത് വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, അപരാധം പിടിച്ച സിനിമ. 2.5 മണിക്കൂർ ഞാൻ എങ്ങനെ അതിനകത്ത് സർവൈവ് ചെയ്യുമെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇറങ്ങിപ്പോരണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയതാണ്. പിന്നെ ഇത് എങ്ങനെയും കണ്ടു തീർത്തിട്ട് വരാം എന്നുള്ള രീതി നിന്നുകൊണ്ട് മാത്രമാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനല്ല വയസ്സ്. പിന്നെ കൂടുതലെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ശരിയാവത്തില്ല. ഇതിനകത്ത് കൂടുതലൊന്നും പോസിറ്റീവായിട്ട് എനിക്ക് പറയാനില്ല. പോസിറ്റീവായിട്ട് പറയാനൊന്നുമില്ല. സത്യമായിട്ടൊന്നും പറയാനില്ല. ഇത് കണ്ട ആരും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ തിയേറ്ററിൽ ഇരുന്ന് ആരും ഇതിനെ കുറ്റിയിട്ട് ആദ്യത്തെ ഒരു ഓളമൊക്കെ ഉണ്ടായിരുന്നു ഇൻട്രോ കാണിച്ചപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും സൈലൻ്റ് ആയിരുന്നു. ക്ലൈമാക്സ് കഴിഞ്ഞപ്പോഴും ചത്ത വീട് പോലെയായിരുന്നു തിയേറ്റർ. അപ്പം അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല സിനിമ ആരും പോയി കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ 150 രൂപ വേസ്റ്റ് ആകും. പോയി കാണാതിരിക്കുന്നതാണ് ബെറ്റർ. OTT വരുമ്പോൾ കാണാം. അതാകുമ്പോൾ അടിച്ചെങ്കിലും കളയാമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സത്യമായിട്ട് എനിക്ക് പറയാനില്ല. ബൈ.